ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനു വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഗാർഡൻ വീഡിയോ ആണ്. നമ്മൾ ഇൻഡോറായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള അതേപോലെ മണി പ്ലാന്റുകളും ഫിലോഡെൻഡ്രോൺ വെറൈറ്റികളൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള പ്ലാന്റുകളുടെ കുറച്ച് കളക്ഷൻസാണിത്. ഇപ്പോൾ ഈ രീതിയിലൊക്കെ ചെറിയ പോട്ടുകളിലും വലിയ പോട്ടുകളിലൊക്കെ നമുക്ക് എങ്ങനെ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മളൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. ഫിലോഡെൻഡ്രോണിൻ്റെ ബ്രസീലിയൻ ഫിലോഡെൻഡ്രോൺ എന്ന വെറൈറ്റിയാണ് നമ്മൾ അതിന് വേണ്ടി എടുക്കുന്നത്. ഈ ഒരു പ്ലാന്റാണ് നമ്മൾ വാട്ടർ പ്ലാന്റാക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ ബ്രസീലിയൻ ഫിലോഡെൻഡ്രോൺ പ്രത്യേകത നമ്മൾ കണ്ട് ഒറ്റ നോട്ടത്തിൽ മണി പ്ലാന്റ് ആണെന്ന് തോന്നിക്കെങ്കിലും അതൊരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. അതേപോലെ എൻജോയ് പോത്തോസും നിയോൺ പോത്തോസ്, മാർബിൾ പോത്തോസും ഒക്കെ നമ്മൾ ഇതേപോലെ പോസ്റ്റിലും അല്ലാതെ ചെറിയ പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു പോട്ട്, ചെറിയൊരു പോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന വെറൈറ്റിയാണ്. ഈ ഒരു വെറൈറ്റിയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ബ്രസീലിയൻ ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. മണി പ്ലാന്റിനെ പോലെ തോന്നിക്കുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് ഇത് ലീഫുകൾ കാണാനും അതേപോലെ വളർത്താനും ഒക്കെ. ലോ മെയിൻ്റനൻസ് ആണ്. ഇപ്പോൾ നമ്മളിത് വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ചെടിയാണ്. വെച്ചതിന് ശേഷം ലീഫുകളിൽ നിന്ന് പുതിയ തൈകൾ ഇതേപോലെ വരുന്നതായിട്ട് കാണാം. അപ്പോൾ നല്ല ബുഷിയായിട്ട് ലീഫുകളൊക്കെ വെക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. അതേപോലെ എൻജോയ് പോത്തോസും ഇത് നമ്മൾ ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. ചെറിയ സെറാമിക് പോട്ടിലൊക്കെ ഇത്തരത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അകത്തൊരു ചെറിയ പോട്ടിൽ ചെടി വെച്ച് ഈ സെറാമിക് പോട്ടിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് മണ്ണിട്ട് നമ്മൾ വളർത്തിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ കുറച്ച് മണ്ണ്, കുറച്ച് ചാണകപ്പൊടി, അധികം ചാണകപ്പൊടി ഇല്ല, കുറച്ച് ചാണകപ്പൊടി മാത്രം വെച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ നട്ട് കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം വേണമെങ്കിൽ വാട്ടർ പ്ലാന്റായിട്ട് വെച്ചതിന് ശേഷം വേര് പിടിച്ചതിന് ശേഷം നട്ട് കൊടുക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നട്ട് കൊടുക്കാം. ഇത് നമ്മൾ ലീഫുകൾ മാത്രം വെച്ച് വാട്ടർ പ്ലാന്റായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റാണ്. ചെറിയ പോട്ടാണ്. അതൊക്കെ നമുക്ക് ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന വെറൈറ്റികൾ തന്നെയാണ്. അതേപോലെ നിയോൺ പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ കോഫിയൊക്കെ കുടിക്കുന്ന കപ്പാണ്. അപ്പോൾ നമ്മൾ ഒഴിവാക്കി കളയുന്ന കപ്പോ അല്ലെങ്കിൽ നല്ല കപ്പുകളൊക്കെ വാങ്ങിയിട്ട് അതിൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് വെറൈറ്റികളായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗ്ലാസ് ബോട്ടിലാണ്. വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലാസ് ബോട്ടിലിൽ നമ്മൾ ഇത്തരത്തിൽ ഒരു പ്ലാന്റിൻ്റെ കുറച്ച് കട്ടിങ്ങുകൾ എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രസീലിയൻ ഫിലോഡെൻഡ്രോണിൻ്റെ വെറൈറ്റിയാണ്. അത് കട്ടിങ്ങുകൾ എടുക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ഇത് ഫിലോഡെൻഡ്രോൺ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നല്ല ലെങ്തി ആയിട്ട് വള്ളികളായിട്ട് പടർന്നു വരുന്ന പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ വള്ളികളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. സാധാ മണി പ്ലാന്റ് വളരുന്ന പോലെ തന്നെ വളരും. നമ്മൾ നിലത്തൊക്കെ വെക്കുകയാണെങ്കിൽ ലീഫുകൾ കുറച്ചുകൂടി വലുതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലീഫുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ലീഫിനോടും അടക്കം നമ്മൾ കട്ട് ചെയ്തിട്ട് വാട്ടർ പ്ലാന്റ് ആക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഏത് പോട്ടിലാണ് വെക്കുന്നത് അതിനനുസരിച്ചുള്ള കട്ടിങ്ങുകളായിരിക്കും നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പം ഇതേപോലെ വേരുകൾ അടക്കമുള്ള തണ്ട് ഈ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ചെറിയ പോട്ടിലേക്കാണെങ്കിൽ ഈ ഒരു വലുപ്പം മതിയാവും. നമ്മൾ കുറച്ച് വലിയൊരു പോട്ടിലേക്കാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന കട്ടിങ്ങുകൾ ഇതേപോലെ എടുക്കും. ഇവിടെ കട്ട് ചെയ്യാം. കുറച്ച് ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലീഫ് കട്ട് ചെയ്ത് ഒഴിവാക്കും. എന്നിട്ട് ഈ ഒരു ലീഫാണ് നമ്മൾ പുറത്തേക്ക് വെക്കുന്ന രീതിയിൽ, കാണിക്കുന്ന രീതിയിൽ വെക്കുക. ഇവിടെ കട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ പോട്ടിലേക്ക് ഇത് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ കുറച്ച് കട്ടിങ്ങുകളാണ് നമ്മൾ ഈ ഒരു പോട്ടിൽ നിന്ന് എടുക്കുന്നത്. ഫിലോഡെൻഡ്രോൺ നിറയെ വേരുകളുള്ള വെറൈറ്റിയാണ്. അതേപോലെ കുറച്ച് കട്ടിങ്ങൾ നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടിങ്ങുകൾ. ഇനി നമുക്ക് ഇത് വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഗ്ലാസ് ബോട്ടിലേക്ക് ഇനി ഇറക്കി വയ്ക്കുകയാണ്. ഇതേപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഫിലോഡെൻഡ്രോൺ ആയതുകൊണ്ട് തന്നെ നിറയെ വേരുകളുണ്ടാവും. ആവശ്യത്തിന് മാത്രം വേരുകൾ നിർത്തിയിട്ട് ബാക്കിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലീഫുകളൊക്കെ ഒന്ന് ഷേപ്പായിട്ട് മാറുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. നമ്മൾ സിമ്പിളായിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഈ വാട്ടർ പ്ലാന്റുകളൊക്കെ. രണ്ട് ദിവസം കഴിയുമ്പോൾ ലീഫുകളൊക്കെ ഒന്ന് നൂറിന് കൂടുതൽ ഭംഗിയായി കിട്ടും. ഇത് നമുക്കൊരു ടേബിളിൻ്റെ മുകളിലും ഡെക്കറേറ്റീവായിട്ട് ഒരു വാളിൻ്റെ സൈഡിലൊക്കെ നമുക്ക് വെക്കാവുന്ന വെറൈറ്റികളാണ്. അപ്പോൾ അതേപോലെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ പ്ലാന്റ് വെറൈറ്റികളാണ്. നേരത്തെ കണ്ടതുപോലത്തെ കുറച്ച് വെറൈറ്റികൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന വെറൈറ്റികളാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.